ദൈവമുണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഇന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്നാൽ ദൈവങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായ കുറച്ച് വീഡിയോസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു വീഡിയോ ഇത് സായിബാബയുടെ മന്ദിരത്തിൽ നടന്ന ഒരു സംഭവമാണ്. അതായത് സായിബാബയുടെ ഈ ഒരു പ്രതിമയിൽ ഒരാൾ പാലഭിഷേകം ചെയ്യുന്നതായി കാണാം. ഇത് ചെയ്യുമ്പോൾ സായിബാബയുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ്. എന്നാൽ അതിലേക്ക് വെള്ളമൊഴിച്ചപ്പോൾ ആ പ്രതിമയുടെ കണ്ണുകൾ തുറക്കുന്നതായി കാണാം. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യപ്പെട്ട ഈ വീഡിയോ ഇത് സത്യമല്ലെന്നും ആ പാൽ ഒഴിക്കുന്നതുകൊണ്ടായ ഒരു ഇല്യൂഷനാണെന്നും പറയപ്പെടുന്നു. (2022) മധ്യപ്രദേശിലെ ഒരു ഹനുമാൻ ക്ഷേത്രത്തിൽ നടന്ന സംഭവമാണത്. വളരെ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായ ഒരു വീഡിയോ കൂടിയാണത്. ക്ഷേത്രത്തിന് മുന്നിൽ നിരവധി പേർ തൊഴുതാനായി നിൽക്കുന്നത് കാണാം. എന്നാൽ കൂട്ടത്തിൽ ഒരാൾ വിഗ്രഹത്തെ ക്യാമറയിൽ പകർത്താൻ നോക്കി. എന്നാൽ ആ വീഡിയോയിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു നിമിഷം ആ വിഗ്രഹത്തിൻ്റെ കണ്ണുകൾ തുറന്നിട്ട് അടയ്ക്കുന്നതായി കാണാം. ഇത് ക്യാമറയുടെ എന്തെങ്കിലും ഗ്ലിച്ചാണോ അതോ ഇനി ദൈവ സാന്നിധ്യമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. പ്ലെയിൻ യാത്രക്കിടെ യാദൃശ്ചികമായി തൻ്റെ ഫോൺ ക്യാമറയിൽ പകർന്ന ഒരു ദൃശ്യമാണിത്. പുറത്തുള്ള കാഴ്ചകൾ ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് മിന്നൽ വേഗത്തിൽ എന്തൊരു പ്രകാശം മിന്നി മാറുന്നതായി കാണാം. എന്നാൽ അത് പിന്നീട് സ്ലോ മോഷനിൽ ഇട്ട് നോക്കിയപ്പോഴാണ് അത് ദേവന്മാരാണെന്ന് മനസ്സിലായത്. അത് ദേവന്മാരല്ലെന്നും അത് സാന്റാക്ലോസ് ആണെന്നും പറയപ്പെടുന്നു. ഹനുമാൻ കോട്ടോൺ ക്യാമറ എന്ന ടൈറ്റിലൂടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണത്. വീട്ടിൽ കാണുന്നത് പോലെ ഹനുമാന്റെ രൂപസദൃശ്യമുള്ള ഒരു രൂപം ആകാശത്തു കൂടി നീങ്ങി മാറുന്നതായി കാണാം. എന്നാൽ ഈ വീഡിയോ എഡിറ്റഡ് ആണെന്നും ഇത് ഫേക്കായിട്ട് നിർമ്മിച്ച ഒരു വീഡിയോ ആണെന്നും പറയപ്പെടുന്നു. വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഹൈദരാബാദിൽ റോഡിനോട് ചേർന്നുള്ള ഒരു കൊച്ചു ക്ഷേത്രത്തിലാണ് ഇത് നടന്നത്. നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ക്ഷേത്രഭിത്തിയിൽ ഹനുമാന്റെ രൂപം തെളിഞ്ഞു വരുന്നതായി കാണാം. ഇത് കണ്ട് ആരോ മൊബൈലിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് ഹനുമാൻ തന്നെയാണോ അതോ ഇനി മറ്റെന്തെങ്കിലുമാണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വളരെ അടുത്ത്, അതായത് ഒരു മാസങ്ങൾക്ക് മുമ്പായി സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായ ഒരു വീഡിയോ ആണിത്. ക്ഷേത്രത്തിലാണ് ഇത് നടന്നത് എന്ന് ഇനിയും വ്യക്തമല്ല. എങ്കിലും ഒരു ക്ഷേത്രത്തിലെ പൂജാ സമയം ക്ഷേത്രത്തിലെ കുരങ്ങന്മാരിൽ ഒരാൾ വളരെ വ്യത്യസ്തമായി പെരുമാറാൻ തുടങ്ങി. വരുന്നവരെ അനുഗ്രഹിക്കുകയും ക്ഷേത്രത്തിലെ പൂജാ കാര്യങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഇത് ദൈവം തന്നെയാണെന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഗണപതി പ്രതിഷ്ഠയായിട്ടുള്ള ഒരു ക്ഷേത്രത്തിലെ പൂജാ സമയം റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണിത്. അതായത് പൂജ ആവശ്യങ്ങൾക്കായി ക്ഷേത്രം തുറന്നപ്പോൾ കാണപ്പെട്ട വീഡിയോ ആണെന്ന് പറയപ്പെടുന്നു. സർപ്പവും എലിക്കുഞ്ഞുങ്ങളും ആ വിഗ്രഹത്തെ ചുറ്റി നിൽക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ആ ക്ഷേത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്ന് പറയപ്പെടുന്നു. ഇതുപോലെയുള്ള നിരവധി വീഡിയോകൾ ഇന്റർനെറ്റിൽ ഇന്നും ഓടുന്നു. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് ഇനിയും വ്യക്തമല്ല. എങ്കിലും വീഡിയോയിൽ കാണുന്ന പോലെ ആ ദൈവവിഗ്രഹത്തിന് നേരെ നീട്ടുന്ന പാൽ എല്ലാം തന്നെ അത് കുടിച്ചു തീർക്കുന്നു. മുമ്പ് പറഞ്ഞ പോലെ 2 മാസങ്ങൾക്ക് മുമ്പായി സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായ മറ്റൊരു വീഡിയോ ആണിത്. അതായത് ശ്രീലങ്കയിലെ ഒരു പള്ളിയിൽ മേരിമാതയുടെ പ്രതിമയിൽ നിന്ന് കണ്ണുനീർ വരാൻ തുടങ്ങി. ഈ അത്ഭുത കാഴ്ച കാണാൻ ദിനം പ്രതി ആ പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണവും കൂടി. ഇത് സാക്ഷാൽ മേരിമാത തന്നെയാണെന്നാണ് ആ പള്ളിയിലുള്ളവരും ഈ വീഡിയോ കണ്ട പലരും കമൻ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അപ്പോൾ ഓക്കെ ഗൈസ്, ഇതുപോലെ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടോപ്പ് 5 മലയാളം എന്ന നമ്മുടെ ഈ ചാനലിൽ നിന്ന് see you.